ഇത് ഓൾട്ടോ കേട്ടൻ ഇപ്പോഴും പുതിയതായിട്ട് ഇറങ്ങുന്നതാണ്. 2024 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 3200 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. LXI വേരിയന്റ് ആണ്. ഇത് ഓൾട്ടോ 800 LXI 2015 മോഡലാണ്. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. 69,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഇത് ഹോണ്ട ബ്രിയോ 2014 മോഡലാണ്. 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഓണർഷിപ്പ് വന്നിട്ട് സെക്കൻഡ് ആണ്. ഇത് റിഡ്സ് LXI 2010 മോഡലാണ്. ടെസ്റ്റ് 2025, അതായത് അടുത്ത വർഷം വരുന്നുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പാണ് വണ്ടി വരുന്നത്. 46,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തന്നെയാണ്. വെമ്പാലവട്ടം പേര് കേൾക്കുമ്പോൾ ചെറിയ നീരസം തോന്നും. ഇൻഡസിലാണ് വന്നേക്കുന്നത്. ഇൻഡസും അഖിലയും അതാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് കേട്ടോ. മിക്സഡായിട്ട് കിടക്കുന്ന വണ്ടികളാണ്. വെറും വില കുറഞ്ഞ വണ്ടികളുമല്ല, വില കൂടിയ വണ്ടികളും അല്ല. മിഡിൽ ക്ലാസ് ഫാമിലിക്കൊക്കെ എടുക്കാവുന്ന നല്ല ക്വാളിറ്റി വണ്ടികളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. ക്വാളിറ്റി കൂടുമ്പോൾ തീർച്ചയായും അതിൻ്റേതായ പേയ്മെൻറ്റുകൾ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോഴേ നമ്മളെ വണ്ടികളുടെ ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാൻ വേണ്ടി അഖില മേഡം വന്നിട്ടുണ്ട്. അഖില മേഡം, ദീപാവലി എങ്ങനെ ഉണ്ടായിരുന്നു? ദീപാവലി കുഴപ്പമില്ല. വല്ല കച്ചവടമൊക്കെ നടന്ന? കച്ചവടമൊക്കെ കുറവാണ് കുറച്ച് മാസമായിട്ട്. എങ്ങനെ കുറയാതിരിക്കും? നിങ്ങൾ പറഞ്ഞ പോലെ ഇരുന്ന് പുഴുത്തു പോകുന്നതിനൊക്കെ നല്ലത് വണ്ടികൾ വില കുറച്ച് വിടണോ. ചെറിയ ബഡ്ജറ്റ് വണ്ടികളൊന്നും ഇപ്പൊ നിലവിൽ കിടപ്പില്ല. അതാണ് പ്രശ്നം. കൂടുതലും നമുക്ക് വരുന്നതെല്ലാം 2022, 2023 മോഡലൊക്കെയാണ് ഇപ്പോൾ കൂടുതലും വന്ന് കയറി സ്റ്റോക്ക്. വലിയ പാർട്ടികളാണ്. ഇപ്പൊ ഏകദേശം എത്ര ഏറ്റവും വില കുറഞ്ഞ വണ്ടി? 70 സാൻഡ്രോ. ആ വണ്ടി കൊള്ളാവോ? ഈ അടി തുരുമ്പ് അങ്ങനെയൊക്കെ ഉണ്ടോ? ചെറിയ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് വണ്ടി. ഉണ്ട്. അതപ്പം നമ്മൾ കാണിക്കത്തില്ല കേട്ടോ. കാരണം വേറെ തുരുമ്പുള്ള വണ്ടി കാണിച്ചു തന്നിട്ട് എന്ത് കിട്ടാനാണ്? അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്കിപ്പോ ഒരു 1.75, 1.25, 1.55 ആ ഒരു ബഡ്ജറ്റിനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. 70ന്റെ പണി എന്തെങ്കിലും പണി കാണൂലേ? ഉറപ്പല്ലേ? ഉറപ്പാണ്. കേട്ടോ, പുള്ളി ഭയങ്കര സത്യസന്ധയാണ്. അതുകൊണ്ട് അത് നമ്മൾ കാണിക്കുന്നില്ല. പകരം നമ്മൾ നല്ല വണ്ടികൾ കാണിക്കാം. എന്ന് പറഞ്ഞാൽ 1.25 തൊട്ടുള്ള വണ്ടികൾ കാണിക്കാം. 1.50. അത് ഇവിടെ ഇട്ടേക്കുന്ന വില. ഇനി താങ്കൾ ഇവർക്ക് പറയുന്ന ഒരു വില ഉണ്ടല്ലോ, അത് എത്രയാണ്? ഞാൻ പറയുന്ന റേറ്റ് അല്ല, മാനേജർ പറയുന്നത്. ഞാൻ എന്നാലും നമുക്കതിൽ ഒരുപാട് റേറ്റ് കുറച്ച് പേപ്പർ നോക്കിയിട്ട് കുറച്ച് പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ. അതിൽ നമ്മൾ 5-10 കുറച്ച് പറയാനേ പറ്റത്തുള്ളൂ. ബാക്കി മാനേജറിന്റെ കയ്യിലാ. 1.35. അത് മാനേജറിന്റെ അടുത്ത് കൂടി ചെല്ലുമ്പോൾ ഒരു 5-10 കൂടി ചിലപ്പോൾ കുറയായിരിക്കും. ഒരു 1.25, 1.20 കിട്ടുമായിരിക്കില്ലേ? കിട്ടായിരിക്കും. അപ്പൊ എന്തായാലും നമുക്ക് വണ്ടികൾ നോക്കാം. ഇത് ഓൾട്ടോ 800 LXI 2015 മോഡലാണ്. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. 69,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ചെറിയ ടച്ച് ആൻഡ് പോളിഷിനുള്ള പരിപാടികൾ. വണ്ടി വന്നതേ ഉള്ളൂ. നമ്മുടേതായിട്ടുള്ള വർക്ക് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. പെയിന്റിംഗ് വർക്കൊക്കെ കുഴപ്പമില്ല. 1-2 പീസൊക്കെ ആണെങ്കിൽ നമ്മൾ കമ്മിറ്റ് ചെയ്യാം. റീപ്ലേസ്മെന്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഉണ്ടാവും. ഉറപ്പില്ല എന്നല്ല, ഉണ്ടാവും. ആണ് ഈ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അത് എന്തുവാ റീപ്ലേസ്മെന്റ്സ് എന്ന് പറയാൻ പറ്റുമോ? അതൊന്ന് ചെക്ക് ചെയ്താലേ അറിയാവൂ. നമ്മൾ സെയിൽസിലല്ലേ, ഇവാലുവേറ്റേഴ്സ് അല്ലേ ഇത് ചെക്ക് ചെയ്തെടുക്കുന്നേ. പെയിന്റ് കാര്യങ്ങൾക്കുള്ള വർക്കുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എത്ര ചോദ്യം? ഇതാണെങ്കിൽ റേറ്റ് വന്നിട്ട് 2.30. 2015 ആണ്. ടയേഴ്സൊക്കെ ആവറേജ് ടയേഴ്സ് കാര്യങ്ങളൊക്കെ ടയറൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. 2.30 അത്യാവശ്യം പെയിന്റിംഗ് വർക്കൊക്കെ ചെയ്തെടുക്കേണ്ടി വരും. ഇത് ഹോണ്ട ബ്രിയോ 2014 മോഡലാണ്. 25,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഓണർഷിപ്പ് വന്നിട്ട് സെക്കൻഡ് ആണ്. ഈ കിലോമീറ്റർ ജെന്യൂൻ ആണോ? കിലോമീറ്റർ ജെന്യൂൻ ആണ്. ഓക്കെ. 25,000 കിലോമീറ്റർ. ഇത് എന്താ 2 ഡോർ പവറിന്റെ ആണല്ലേ? ഇതിന്റെ വേരിയന്റ് കറക്റ്റ് എനിക്ക് നോക്കിയാൽ എനിക്ക് അറിയാവൂ. പക്ഷെ 2 ഡോർ പവറിന്റെ ആണ്. ബാക്ക് സൈഡ് ഇതല്ല, നോർമലാണ് ഇരിക്കുന്നത്. ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. EX എന്ന് പറയുന്ന ഒരു വേരിയന്റ്. EX IV Tech. വണ്ടി നല്ല വൃത്തിയാണ്, വേറെ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. ഓവറോൾ വൃത്തിയായിട്ട്. ബേസ് ആയിരിക്കും വരുന്നത്. ബേസ് എങ്ങനെ ആവുന്നത്? 2 ഡോർ പവറിന്റെ ആണ്. ബാക്ക് മാത്രമേ ഉള്ളൂ അങ്ങനത്തെ അല്ല, നോർമൽ ആയിട്ടുള്ളത്. ഇത് വണ്ടിക്കകം കാണുമ്പോൾ അറിയാന്ന്. വണ്ടിക്കകമൊക്കെ കൊള്ളാം, നല്ല വൃത്തിയുണ്ട്. അതേപോലെ തന്നെ ഡോർ പാഡൊക്കെ കണ്ടോ, നല്ല വൃത്തിയിലിരിക്കുക. കൊള്ളാം, നല്ല വൃത്തിയുണ്ട് വണ്ടിയാണ്. എത്ര ചോദിക്കുന്നത്? 3.5. ഒരു 14, 15 ആ റേഞ്ചിനൊക്കെ മൈലേജും കാണത്തോളൂ അല്ലേ? പെട്രോൾ. അപ്പൊ അത്രയൊക്കെ കാണത്തോളൂ. ഇത് റിഡ്സ് LXI 2010 മോഡലാണ്. ടെസ്റ്റ് 2025, അതായത് അടുത്ത വർഷം വരുന്നുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പാണ് വണ്ടി വരുന്നത്. 46,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെന്യൂൻ കിലോമീറ്റർ ജെന്യൂനാ. ഇത് പെട്രോളാ ഡീസലാ? പെട്രോളാ. LXI പെട്രോളാണ്. ഓക്കെ. വണ്ടിക്കകം കൊള്ളാം, നല്ല ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മൊത്തത്തിൽ കാണാനൊക്കെ നല്ല വൃത്തിയാണ്. 2 ഡോർ പവറിൻ്റെ ആണ്.
സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഡോർ പാഡ് കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയാണ്. അതൊന്നും യാതൊരു കംപ്ലയിൻസും കാര്യങ്ങളും കാണുന്നില്ല. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാറ്ററി ഊരി വെച്ചേക്കുവാന്ന് തോന്നുന്നു. പിന്നെ അതേപോലെ ടയേഴ്സൊക്കെ നല്ല ടയേഴ്സ്. ആദ്യം ഓടിയ ആ ടയർ ആയിരിക്കാം. എത്ര ചോദിക്കുന്നത്? ആസ്കിംഗ് റേറ്റ് പറയണോ ഫൈനൽ റേറ്റ് പറയണോ? എത്ര? ആസ്കിംഗ് റേറ്റ് പറയണോ ഫൈനൽ റേറ്റ് പറയണോ? രണ്ടും പറഞ്ഞോ. ആസ്കിംഗ് റേറ്റ് ആണെങ്കിൽ 210 ആണ്. ഫൈനൽ ഒരു ബാർഗെയിനും ഇല്ല. 175. ഇത് ഓൾട്ടോ 800 2018 മോഡലാണ്. നമുക്ക് 6 months വാറണ്ടി, 3 ഫ്രീ സർവീസ് ഒക്കെ വരുന്നുണ്ട്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. കിലോമീറ്റർ 29,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. കുറഞ്ഞ കിലോമീറ്ററിലുള്ള വണ്ടികളൊക്കെ ഉണ്ടല്ലേ തവണ? ആ, ഇത് അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ഫസ്റ്റ് ടയർ തന്നെ 2 ഡോർ പവർ വിൻഡോ ഓർണുണ്ട്. വണ്ടി കാണാനൊക്കെ കൊള്ളാം. വണ്ടിക്ക് വേറെ അപാകതകൾ എന്തെങ്കിലും റീപ്ലേസ്മെന്റ്സ് വല്ലതും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ആയിട്ടൊന്നും അങ്ങനെ ഇല്ല. ഇല്ല. ഓക്കെ. പെയിന്റിംഗ് വർക്ക് മാത്രമേ ഉള്ളൂ. ഡാഷ്ബോർഡും കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ടിരിപ്പുണ്ട്. സ്പീക്കറിൻ്റെ ഈ സൈഡ് സ്പീക്കർ ചെറുതായിട്ടൊന്ന് ഇളവി ഇരിപ്പുണ്ട്. അല്ല വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. അതൊക്കെ വൃത്തിയായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. വണ്ടി വേറെ വൃത്തിയിടൊന്നുമില്ല. ഇത്രയും ഞെരുക്കി വണ്ടികൾ ഇട്ടാൽ എങ്ങനെയാണ് കുട്ടി ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്? വർക്ക് കിടക്കുക ഷോറൂമിന്റെ. ഇപ്പൊ നമ്മൾ ജാനുവരി അല്ലെങ്കിൽ ഫെബ്രുവരിയിലോട്ട് അങ്ങോട്ട് മാറും. സ്ഥലം മാറുവാണല്ലേ? ടയറൊക്കെ ഫസ്റ്റ് ടയർ തന്നെ. എത്ര ചോദ്യം? ഇതാണെങ്കിൽ 3. രണ്ടെന്നാണല്ലോ നായി വന്നത്. അല്ല, ലാസ്റ്റ് റേറ്റ് പറയാൻ വന്നേ 3. ലാസ്റ്റ് അപ്പൊ എത്ര? ഒരു 285, 280 ഫൈനൽ കിട്ടും. വാറണ്ടി വരുന്നതാ. 20,000 രൂപ കുറയ്ക്കുള്ളൂ. ഇത് ഓൾട്ടോ 800 2018 തന്നെയാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 69,000 കിലോമീറ്റർ ഓടിയത്. 69 കിലോമീറ്റർ. അപ്പൊ നല്ല ഓട്ടോ ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർ LXI ആണ്. റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഗ്ലാസോ ഡോറോ ഡോറൊന്നും റീപ്ലേസ്ഡ് അല്ല. ഉണ്ടോ? ഡോറൊന്നും റീപ്ലേസ്ഡ് അല്ല. ഇല്ല. ഇപ്പോൾ റീപ്ലേസ്മെന്റ്സും കാര്യങ്ങളൊന്നും ഇല്ല. ഇതങ്ങനെ 2 ഡോർ പവറിൻ്റെ ആണ്. എത്രാമത്തെ ഓണർഷിപ്പാ? സെക്കൻഡ് ഓണർ. ഓക്കെ. ഇതിൻ്റെ ഡോർ സംഭവങ്ങളൊക്കെ കൊള്ളാം. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഇതിൻ്റെ സ്പീക്കറിനൊന്നും കംപ്ലയിൻസ് ഒന്നുമില്ല. എത്ര ചോദ്യം? ഇത് 290 ആണ് ചോദ്യം വരുന്നത്. 290. അപ്പൊ ചോദ്യം ഇനി കൊടുക്കുന്നത് എത്ര? കൊടുക്കുന്നത് നമുക്കൊരു 270 75 ഒക്കെ കിട്ടിയാൽ കൊടുക്കാം. ആ റേഞ്ചിന് കൊടുക്കും. ഓക്കെ. ഓൾട്ടോ 800 LXI 2016 മോഡലാണ്. 36,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ഫസ്റ്റ് ടയർ ആണ്. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഹിസ്റ്ററി എല്ലാം ഒരു കസ്റ്റമർ ഇപ്പോൾ ഇടയ്ക്ക് വന്നപ്പോൾ ചെക്ക് ചെയ്തതാണ്. വേറെ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സ്റ്റീരിയോ എല്ലാം ചെയ്തിട്ടുണ്ട്. സീറ്റ് കവേഴ്സ് കാര്യങ്ങളില്ല. ഫ്ലോർ മാറ്റ് കാര്യങ്ങളുണ്ട്. അതേപോലെ സ്റ്റീരിയോ സൈഡൊക്കെ കൊള്ളാം. ഡോറും ഒക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. അതൊന്നും വൃത്തിയായിട്ടില്ല. ഇവിടെ കിടക്കുന്ന മൊത്തം പൊടി പിടിച്ച് കിടക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. സർവീസൊക്കെ ചെയ്തല്ലേ വിത്തിരുന്നു. അപ്പോൾ അത് കുഴപ്പമില്ലായിരിക്കും. ടയറൊക്കെ അത്യാവശ്യം ടയേഴ്സ് ഉണ്ട്. എത്ര ചോദിക്കുന്നത്? 2.25. അത് ചോദ്യം. ഇനി കൊടുക്കുന്നത് ഒരു 2.5 കൊടുക്കാം. 2.5. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. അത് ഉറപ്പാണ്. താൻ ആദ്യമായിട്ട് അങ്ങനെ പറഞ്ഞു ഞാൻ കേൾക്കുന്നത്. അല്ല, നല്ല വണ്ടിയാ. ഇത് സാൻഡ്രോ സിംഗ് 2011 മോഡലാണ്. 78,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. കിലോമീറ്റർ ഒക്കെ ജെന്യൂനാ. അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങൾ കിടപ്പുണ്ട്. ഒരു ആവറേജ് ടയേഴ്സ് കാര്യങ്ങൾ കിടപ്പുണ്ട്. വീൽ കപ്പും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. 2 ഡോർ പവറിൻ്റെ ആണ്. സ്റ്റീരിയോ, AC പവർ സ്റ്റിയറിങ്, അത്യാവശ്യം നല്ല സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയുള്ള സീറ്റ് കവറുണ്ട്. അതേപോലെ 2026 വരെ പേപ്പർ വാലിഡിറ്റി ഒക്കെ ഉണ്ട്. കേട്ടില്ല. 2026 വരേക്കും പേപ്പർ വാലിഡിറ്റി ഒക്കെ ഉണ്ട്. സാൻഡ്രോ സിംഗ് GL+ ആണ്. ഓക്കെ. ഈ വണ്ടിയിൽ ഇതൊന്നുമില്ല കേട്ടോ. തുരുമ്പും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ എടുത്തത്. കൊള്ളാം. അത്യാവശ്യം നല്ല വൃത്തിയിലിരിക്കുന്ന ഒരു വണ്ടി. ഇത് എത്ര ചോദ്യം? 1.5 കുറയുമോ? കുറച്ചും കൂടെയൊക്കെ കുറയും. എന്ന് പറഞ്ഞാൽ ഒരു 1.30 വരെ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എടുക്കാൻ താല്പര്യമുള്ളവർ വന്നിട്ട് വീഡിയോയിൽ 1.30 വരെ പറഞ്ഞു. പിന്നെ ഇനി എന്തെങ്കിലും കുറയ്ക്കുമോ എന്നുള്ളത് ചോദിക്കുക. ഡോറൊക്കെ അത്യാവശ്യം നല്ല ഡോറാണ്. അതേപോലെ ഡോർ അടയ്ക്കുന്നതും തുറക്കുന്നതൊക്കെ ആണെങ്കിലും നല്ല നീറ്റായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അതൊക്കെ നല്ല വൃത്തിയുണ്ട്. അടയ്ക്കുമ്പോൾ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ കൊള്ളാം. അത്യാവശ്യം വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. പെയിന്റിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ബമ്പറും ബാക്ക് ബമ്പറും മാറിയിട്ടൊന്നും ഇല്ലല്ലോ. റീപ്ലേസ് ഉണ്ടാവും. ബമ്പർ മാറിയോ? അതെനിക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. അതെന്തായാലും ഉണ്ടാവും. അത് ഈ എല്ലാ വണ്ടികളുടെയും അടിഭാഗം തട്ടും എന്നുള്ളതുകൊണ്ട് ഇയാൾ ഇത് പറയുന്ന കേട്ടോ. നിങ്ങളൊക്കെ വന്നിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ അത് ഇയാൾ അതൊരു ഊഹത്തിന് വെച്ച് താങ്ങുന്ന.
ഓക്കെ, അപ്പൊ ഇതിന് ലോൺ കിട്ടുമല്ലോ 2011 11 ലോൺ കിട്ടും. ലോൺ പക്ഷേ 1 ഇയർ ലോൺ കിട്ടുള്ളൂ, അടുത്ത വർഷം എടുത്താൽ കിട്ടൂലല്ലേ? ഇല്ല. ഇത് ഡിസയർ VDI 2015 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. 84,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ടയർ എല്ലാം നല്ല ടയേഴ്സ് ഉണ്ട്. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സിംഗിൾ ആണ്. ഓണർഷിപ്പ് സിംഗിൾ. സെക്കൻഡ് വേരിയന്റാണ് വരുന്നത്. അപ്പോൾ AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്, സ്റ്റീരിയോ ഇതെല്ലാം ഇൻബിൽറ്റ് ആയിട്ട് വരുന്നതാ. സെൻട്രൽ ലോക്ക്, 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. പിന്നെ സീറ്റ് കവറൊക്കെ കുഴപ്പമില്ല. സീറ്റ് കവേഴ്സ്, ഫ്ലോർ മാറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്, വിനൈൽ മാറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ രീതി നോക്കിയാൽ വണ്ടി കാണാനൊക്കെ കൊള്ളാം, അത്യാവശ്യം നല്ല നീറ്റാണ്. നമ്മൾ തരുന്ന സമയത്ത് ഒന്നുകൂടെ ഇന്റീരിയർ ഒക്കെ ഒന്ന് നീറ്റാക്കി പോളിഷ് ഒക്കെ ചെയ്തായിരിക്കും തരുന്നത്. ഡീസലാണ്. ഡീസൽ. ഓക്കെ, 84,000 കിലോമീറ്റർ അല്ലേ? അതെ. നമ്മൾ ഈ ഭാഗം നോക്കിയാൽ ഡോർ പാഡ് കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും വണ്ടി കാണാനൊക്കെ കൊള്ളാം, നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ടയേഴ്സ്, ബാക്ക് ടയർ ആവറേജ് ടയർ, ഫ്രണ്ട് നല്ല ടയർ കിടപ്പുണ്ട്. റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ്സ് ആയിട്ടൊന്നും അങ്ങനെ വലുതായിട്ട് വരുന്നില്ല. പെയിന്റിംഗ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒന്നുമില്ല. പെയിന്റിംഗ് വർക്ക് ഉണ്ട്. പെയിന്റിംഗ് വർക്ക് അത് പഴയ വണ്ടിയാകുമ്പോൾ എന്തായാലും പെയിന്റിംഗ് വർക്കുകൾ കാണുമല്ലോ. ബമ്പർ ഉണ്ടാവും ചിലപ്പോൾ റീപ്ലേസ്. ഉറപ്പാണ്? അത് മസ്റ്റ് ആയിട്ടുണ്ടാവും. ബമ്പർ കാണും. പക്ഷെ ഉണ്ടെന്ന് തനിക്ക് അറിയത്തുമില്ല. ഇല്ല, ഉറപ്പായിട്ട് കാണും അതെന്തായാലും. എന്ന് വെച്ചാലേ ക്ലെയിം കാര്യങ്ങൾ കൂടി നമുക്ക് കൂടുതൽ സ്ക്രാച്ചസ് മിക്ക വണ്ടികളിലും വരുന്നത് ഫ്രണ്ട് ബമ്പർ, ബാക്ക് ബമ്പർ. അപ്പൊ അതെന്തായാലും കമ്പനി കയറ്റിയാണ് ചെയ്യുന്നതെങ്കിൽ ഒബ്വിയസ്ലി റീപ്ലേസ് ചെയ്തിട്ടുണ്ടായിരിക്കും. എത്ര ചോദ്യം? ഇതാണെങ്കിൽ 4.25 ചോദ്യം വരുന്നത്. കുറച്ചാ പറഞ്ഞു, 4.85 സ്റ്റോക്ക്. ഞാൻ 4.25 പറഞ്ഞു. ഇത് എക്സ്പ്രസോ VXI പ്ലസ് ടോപ്പ് എൻഡ് മോഡലാണ്. 2021 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. ഇതാകുമ്പോൾ നമുക്ക് വാറണ്ടി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ മാരുതിയുടെ തന്നെ വാറണ്ടി വരുന്നുണ്ട്. 1 ഇയർ വാറണ്ടി, 3 ഫ്രീ സർവീസും വരുന്നുണ്ട്. 44,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. ജെന്യൂൻ കിലോമീറ്റർ ആണ്. ഫുൾ ഓപ്ഷൻ ആണ്. റിവേഴ്സ് ക്യാം എല്ലാം വരുന്നുണ്ട്. ഇല്ല, അത് ഫുൾ ഓപ്ഷനാ. ഫുൾ ഓപ്ഷനാണോ? ഡുവൽ എയർ ബാഗ് വരുന്നുണ്ട്, സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്, സ്റ്റീരിയോ വരുന്നുണ്ട്. എത്ര പവർ വിൻഡോസ്? ഇതിന്റെ ആണോ? ഇതിന്റെ 2 ഡോറേ വരത്തുള്ളൂ. ഫുൾ ഓപ്ഷനിലും 2 ഡോറേ വരത്തുള്ളൂ. ഓക്കെ. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്നുണ്ട്. മിറർ അഡ്ജസ്റ്റ്മെന്റ്സ് കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതിന്റെ റീപ്ലേസ്മെന്റ്സ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇല്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ഓക്കെ, റീപ്ലേസ്മെന്റ്സും കാര്യങ്ങളൊന്നുമില്ല. ടയറൊക്കെ അത്യാവശ്യം നല്ല ടയേഴ്സ് കാര്യങ്ങൾ കിടപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? 4.5. എല്ലാം 4-4.5 തന്നെ. 2021 ഫുൾ ഓപ്ഷനാണ്. 4.5 ചോദ്യം. മാക്സിമം ഡിസ്കൗണ്ട് ഇട്ട് തരാം. ഇത് സെലേരിയോ ZXi 2019 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. 27,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ടയേഴ്സ് ഫസ്റ്റ് ടയർ. ഫസ്റ്റ് ടയർ ആണ്. 27 ഉള്ളൂ. പക്ഷെ ഇവിടുത്തെ മണ്ണിൻ്റെ ഒക്കെ ആയിരിക്കും ടയറൊക്കെ ഒരുമാതിരി വൃത്തികേടായിട്ടിരിക്കുന്നു. AC പവർ സ്റ്റിയറിംഗ് വരുന്നുണ്ട്, 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്, സ്റ്റീരിയോ ഇൻബിൽറ്റ് ആയിട്ട് വരുന്നുണ്ട്, സെൻട്രൽ ലോക്ക് വരുന്നുണ്ട്, സിംഗിൾ എയർ ബാഗ് വരുന്നുണ്ട്, സീറ്റ് കവർ കാര്യങ്ങളെല്ലാം നീറ്റായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, വിനൈൽ മാറ്റ് ചെയ്തിട്ടുണ്ട്. 4.80. 4.80. ഏത് വർഷമായിരുന്നു? 2019 ZXi ആണ്. 2019 ആണല്ലേ? ഓക്കെ. റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസ്മെന്റ് ആയിട്ട് അങ്ങനെ ഇല്ല. ഒന്നുമില്ല. ഇല്ല. ഇത് K10 VXi 2013 മോഡലാണ്. ഓണർഷിപ്പ് ഇപ്പോഴും സിംഗിൾ ഓണർ തന്നെയാണ്. 64,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെന്യൂൻ കിലോമീറ്റർ ആണ്. സെക്കൻഡ് ടയേഴ്സ് ആണ്. രണ്ടും നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. അത്യാവശ്യം വണ്ടി ക്വാളിറ്റി ഉണ്ട്. വണ്ടിക്കകം കാണാനൊക്കെ 2 ഡോർ പവർ വിൻഡോ ചെയ്തിട്ടുണ്ട്, സെൻട്രൽ ലോക്ക് ചെയ്തിട്ടുണ്ട്. അത് അഡീഷണൽ ചെയ്തതാണോ? അഡീഷണൽ ചെയ്തേക്കുന്നതാണ്. സ്റ്റീരിയോ ഉണ്ട്. നല്ല വൃത്തിയുണ്ട് കേട്ടോ. ഈ വണ്ടി ഇത്രയും വർഷമായെന്ന് പറഞ്ഞാൽ വണ്ടി കാണാൻ കൊള്ളാം. ഇത് ഏത് വർഷമായിരുന്നു? 2013. 2028 വരെ ടെസ്റ്റോ ടാക്സ് ഒന്നും നോക്കണ്ട. അതുവരെ പേപ്പർ വാലിഡിറ്റി ഒക്കെ ഉള്ള വണ്ടി തന്നെയാണ്. ഓക്കെ. ഡോർ പാഡ് കാര്യങ്ങൾ നോക്കിയാലൊക്കെ കൊള്ളാം, നല്ല വൃത്തിയുണ്ട്. എത്ര ചോദിക്കുന്നത്? 2.30. 2.30. അത് ഈ താന്നൊക്കെ വരൂലേ? താന്ന് വരും. ബാക്ക് സീറ്റ് കവർ ചെറുതായിട്ട് കീറിയിരിപ്പുണ്ട്. അല്ലാത്ത പക്ഷം കാണാനൊക്കെ വൃത്തിയാണ്. റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് ഡോർ ഗ്ലാസ് കാര്യങ്ങളൊന്നും റീപ്ലേസ് ചെയ്തിട്ടില്ല. ടച്ച് ആൻഡ് പോളിഷ് പെയിന്റിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഓവറോൾ അങ്ങനെയുള്ള പരിപാടിയൊക്കെ എടുത്ത് കഴിഞ്ഞു. ഓൾറെഡി വണ്ടി സ്ക്രാച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പെയിന്റിംഗ് വർക്കൊക്കെ കമ്പനിയിൽ തന്നെ ചെയ്തിട്ടേക്കുക.
ഓക്കെ, അപ്പോൾ എല്ലാം കഴിഞ്ഞ് കിടക്കും. ഇത് എത്ര രൂപ ഇറക്കാൻ പറ്റും? ഇതൊരു 50-40 ഒക്കെ ഉണ്ടെങ്കിൽ ഫിനാൻസ് ആണെങ്കിൽ ഇറക്കാൻ പറ്റും. ഓക്കെ, എത്ര വർഷം വരെ? ഫിനാൻസ് ആണെങ്കിൽ ഒരു 3.5 വർഷമൊക്കെ കിട്ടും. ഇത് 2019 മോഡൽ എർട്ടിഗ VXi സെക്കൻഡ് വേരിയൻ്റ് ആണ്. CVT ആണ്, ഓട്ടോമാറ്റിക് ആണ്. 44,000 കിലോമീറ്റർ, സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. ഏതാ വേരിയൻ്റ് ഏതാ? VXi. ഫോർഡോ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്നതാണ്. ആൻഡ്രോയിഡ് സിസ്റ്റവും കാര്യങ്ങളൊന്നുമില്ല, നോർമൽ തന്നെയാണ്. ഇത് ഓട്ടോമാറ്റിക് ആണല്ലേ? ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് വണ്ടിക്കകമൊക്കെ കാണാൻ കൊള്ളാം. മൊത്തത്തിൽ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ അവിടെ റിവേഴ്സ് ക്യാം ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാര്യങ്ങളൊന്നുമില്ല. മേളിലുണ്ട്, മേളിലുണ്ട്. റിവേഴ്സ് ക്യാം ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബാക്കിൽ AC വെൻ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. ടോപ്പ് കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയാണ്. താഴോട്ട് നോക്കുകയാണെങ്കിലും ബാക്ക് സൈഡൊക്കെ നല്ല വൃത്തിയുള്ള സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ കിടപ്പുണ്ട്. ഫോർമാറ്റ് കാര്യങ്ങളെല്ലാം അടിപൊളി വണ്ടിയാണ്. ഡോർ പാഡ് കാര്യങ്ങളെല്ലാം അടിപൊളി. ഓക്കെ, ഇത് എത്ര ചോദിക്കുന്നത്? 880. ഇറങ്ങിയപ്പം ഈ മോഡൽ ഇറങ്ങിയപ്പോൾ ഉള്ള വില പറയാമോ? ഇറങ്ങിയ സമയത്തുള്ള റേറ്റ് അറിയത്തില്ല. അറിയാമെങ്കിൽ പറയൂല. അങ്ങനെയല്ല, അറിയത്തില്ല. പക്ഷെ ഇപ്പോഴത്തേതിൻ്റെതാണെങ്കിൽ അറിയാം. അതെന്തായാലും പറയും. അത് കച്ചവടക്കാരല്ലേ, അവരതല്ലേ പറയൂ. അങ്ങനെയില്ല, ആ സമയത്തുള്ളതിന്റെ റേറ്റ് ഒന്ന് നോക്കിയാലേ അറിയാവൂ, ചെക്ക് ചെയ്താലേ അറിയാവൂ. ഇത് ബലേനോ സീറ്റ ഫുൾ ഓപ്ഷന് തൊട്ട് താഴെയുള്ള വേരിയൻ്റ് ആണ്. ഇയർ വന്നിട്ട് 2019 ആണ്. 64,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഇത് നമുക്ക് മാരുതിയുടെ വാറണ്ടി വരുന്നുണ്ട്. 2019 ആയതുകൊണ്ട് തന്നെ നമുക്ക് 6 മന്ത്സ് വാറണ്ടിയും 3 ഫ്രീ സർവീസുമാണ് വരുന്നത്. നല്ലൊരു അലോയ് വീൽസ് കാര്യങ്ങൾ കിടപ്പുണ്ട്. സീറ്റ ഇതിൽ വരുന്നത് ആൽഫ, സീറ്റ, ഡെൽറ്റ, സിഗ്മ തേർഡ് വേരിയന്റ് ആണ്. അതായത് ടോപ്പ് എൻഡിന് തൊട്ട് താഴെയുള്ള വേരിയന്റ്. അലോയ്സ്, സ്റ്റീരിയോ, ഇത് ടച്ച് സ്ക്രീൻ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എയർ ബാഗ് വരുന്നുണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ട്, ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്, ബാക്ക് വൈപ്പർ വരുന്നുണ്ട്, ഡീഫോഗർ വരുന്നുണ്ട്. അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും വരുന്ന ഒരു നല്ല വണ്ടി. എത്ര ചോദിക്കുന്നത്? ഇതാണെങ്കിൽ 645 ആണ് ചോദ്യം വരുന്നത്. 645. ആ, എത്ര രൂപ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും? ഇത് നമുക്കൊരു 70-80 ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇറക്കാം. 70-80. അടവ് എങ്ങനെ നിൽക്കും അപ്പം? അടവ് ഇപ്പോൾ നമുക്ക് നിലവിൽ നമുക്ക് പ്രൈവറ്റ് ബാങ്ക്സ് മാത്രമാണ് ആദ്യം ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്ക് SBIയും കൂടെ ചെയ്യുന്നുണ്ട്. SBI ആണെങ്കിൽ 2,300 റേഞ്ച് വരും. പ്രൈവറ്റ് ബാങ്ക്സ് ആണെങ്കിൽ 2,500-നകത്ത് വരും. ഓക്കെ, ഈ ടയേഴ്സ് എല്ലാം സെക്കൻഡ് മാറിയ ടയേഴ്സ് ആണല്ലേ? കൊള്ളാം, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ടയേഴ്സ് ഉണ്ട്. അതേപോലെ നല്ലൊരു അലോയ് വീൽസ് ഞാൻ പറഞ്ഞു. ബാക്കിലെ ഈ സൈഡ് ടയർ കുറച്ച് ഇതാണ്, ബാക്ക് സൈഡ് ടയർ ആ സൈഡ് അല്ലേ? വൺ സൈഡ് വീക്കാണ്, പക്ഷേ അല്ലാതെ ബാക്കി എല്ലാം കൊള്ളാം. എത്ര ചോദിക്കുന്നത്? 645. ഇത് സെലേരിയോ ZXi 2019 മോഡലാണ്. മാത്രമല്ല ഓട്ടോമാറ്റിക് ആണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. 11,000 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ. ജസ്റ്റ് 11,000 കിലോമീറ്റർ, വെറും 11,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം ഉള്ള വണ്ടിയാണ്. വേറെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസോ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് പെയിൻറ്റിങ് വർക്ക്, സ്ക്രാച്ചസിൻ്റെ അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. വാറണ്ടിയും വരണുണ്ട്. 2021 ആയതുകൊണ്ട് നമുക്ക് 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസ് വരണുണ്ട്. ഓട്ടോമാറ്റിക് ആണ്. സ്റ്റിയറിംഗ് കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി തന്നെയാണ്. ഫോർഡോ പവറിൻ്റെ മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓവറോൾ കാണാനൊക്കെ നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എത്ര ചോദിക്കുന്നത്? ഇതാണെങ്കിൽ 5.5 ചോദ്യം വരുന്നത്. 5.5. ആ, ഏത് വർഷമായിരുന്നു? 2019. 2019 മോഡലാണ്. അതാണ് അല്ല, 2021. ഏതെ ഒന്ന് ഉറപ്പില്ലേ? 21. റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെ റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇത് വാഗണർ LXi 2013 മോഡലാണ്. 79,000 കിലോമീറ്റർ അടുപ്പിച്ചേ ഓടിയിട്ടുള്ളൂ. ഇപ്പോഴും നിലവിൽ സിംഗിൾ ഓണർഷിപ്പ് ആണ്. പിന്നെ വാറണ്ടി കാര്യങ്ങളൊന്നും നമുക്ക് വരുന്നില്ല. നമ്മൾ ഈ കണ്ടീഷനിൽ ആസിഡിസ് കണ്ടീഷനിലാണ് കൊടുക്കുന്നത്. 13 വണ്ടിയാണ് അല്ലേ? 2013. വണ്ടി ഇന്റീരിയർ നല്ല നീറ്റാണ്. പുറമെ നമ്മുടെ ഷോറൂം വർക്ക് കിടക്കുന്നതുകൊണ്ട് നിറയെ പൊടിയായിട്ട് കിടക്കുന്നതേ ഉള്ളൂ ഔട്ട് സൈഡ്. 2 ഡോർ പവർ വിൻഡോ ആണല്ലേ? ആ, LXi. ഓക്കെ, വണ്ടി ആകമൊക്കെ കൊള്ളാം. ഫ്ലോറും കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയാണ്. ഡോർ പാഡ് നോക്കുകയാണെങ്കിലും അതുമൊക്കെ നല്ല വൃത്തിയിൽ തന്നെ ഇരിപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് 3 ആണ്. ഫൈനൽ റേറ്റ് ആണേ. ഫൈനൽ റേറ്റ്? ബാർഗെയിനോ കാര്യങ്ങളോ ഒന്നുമില്ല.
അതെ, ഇത് കണ്ട് ഇഷ്ടപ്പെട്ട വില പേശാൻ വേണ്ടി വരരുത് ചേട്ടന്മാരെ, ഒറ്റ വില. ഇത് എക്സ്പ്രസോ VXi ഓപ്ഷണൽ ആണ്, 2022 മോഡലാണ്, 26,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ, സിംഗിൾ ഓണർഷിപ്പ് തന്നെയാണ്. സെയിം നമുക്ക് 1 ഇയർ വാറണ്ടി, ഫ്രീ സർവീസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിന് എങ്ങനെയാണ് റീപ്ലേസ്മെന്റ്സ് കാര്യങ്ങൾ? റീപ്ലേസ്മെന്റ് ഉണ്ട്. എന്താണ്? ഫ്രണ്ട് ചെറിയ വർക്ക് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ബമ്പർ ബോണറ്റ് കാര്യങ്ങളൊക്കെ റീപ്ലേസ്ഡ് ആണ്. ഒരു 90,000 ക്ലെയിം വന്നിട്ടുണ്ട് വണ്ടിക്ക്. ഹിസ്റ്ററിയിലുള്ളത് തന്നെയാണ്, അത് പുറത്ത് ചെയ്തതൊന്നുമല്ല, കമ്പനി തന്നെ ചെയ്തിട്ടുള്ളതാ. ഡോറൊന്നും കംപ്ലൈന്റ് ഇല്ലല്ലോ? ഇല്ല, ഡോറൊന്നും കുഴപ്പമൊന്നുമില്ല. ആ ബോണറ്റ് ഒന്ന് നോക്കി കാണിച്ചാൽ അത് എങ്ങനെ സംഭവം ഒന്ന് നോക്കട്ടെ. ഫ്രണ്ട് സൈഡ് കംപ്ലൈന്റ് വല്ല അങ്ങനെ വല്ല ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ബാക്ക് സൈഡ് ഒന്നും വലിയ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. ഫ്രണ്ട് സൈഡ് വല്ല കുഴപ്പമുണ്ടോ നോക്കട്ടെ ഒരു പിറ്റ. ബോണറ്റ് റീപ്ലേസ്ഡ് ആണ്, പേസ്റ്റിങ് കാണത്തില്ല, കമ്പനി പേസ്റ്റിങ് ഇല്ല. ഓക്കെ. ഫ്രണ്ട് സൈഡ് കാര്യങ്ങൾക്കൊന്നും കുഴപ്പമൊന്നുമില്ല, അതൊന്നും പ്രശ്നങ്ങളില്ല. ഇനി ബോണറ്റ് പിന്നെ റീപ്ലേസ്ഡ് ആണ്, ഫ്രണ്ട് ബമ്പർ ഫെൻഡർ. ഓക്കെ. ആ സൈഡ് ഇല്ല, കുഴപ്പമില്ല. ആ ഫ്രണ്ട് സൈഡ് കുഴപ്പങ്ങളൊന്നുമില്ല. ഓക്കെ. ഓവറോൾ കാണാനൊക്കെ കൊള്ളാം, വേറെ വൃത്തിയോടൊന്നുമില്ല. പക്ഷെ വണ്ടിക്ക് ചെറിയ പണിയുണ്ട് അല്ലേ? എത്ര ചോദ്യം? 380. ഇടിച്ച വണ്ടിയൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും കുറച്ചുകൂടെ. 2022 മോഡല് എക്സ്പ്രസോ നമ്മൾ നേരത്തെ കാണിച്ചതാണ്, അതിന് ചോദിച്ചത് 450 ഇത് 380 വരുന്നുള്ളൂ. ഇത് കുറച്ചും കൂടെ റേറ്റ് കുറയും, 380 ചോദ്യമാണ്. നമ്മൾ ഈ ക്ലെയിം കാര്യങ്ങളെല്ലാം കസ്റ്റമേഴ്സിനോട് പറഞ്ഞു തന്നെ കൊടുക്കുന്നത്. അതന്നെ, ഒരു 350 നടക്കുമായിരിക്കില്ലേ? നമുക്ക് സംസാരിക്കാം, മാക്സിമം സംസാരിക്കാം. സംസാരിക്കാം. ഇത് ഓൾട്ടോ കേട്ടൻ ഇപ്പോഴും പുതിയതായിട്ട് ഇറങ്ങുന്നതാണ്, 2024 മോഡലാണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ്, 3200 കിലോമീറ്ററേ ഓടിയിട്ടുള്ളൂ, LXi വേരിയന്റ് ആണ്. റീപ്ലേസ്മെന്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഡ്യുവൽ എയർ ബാഗ് ഒക്കെ വരുന്നുണ്ട്. സെൻട്രൽ ലോക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട്. നല്ല പോഷ് സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. പിന്നെ പുതിയ വണ്ടിയാണല്ലോ, അപ്പോൾ പിന്നെ വേറെ വലിയ അപാകതകൾ, ആക്സിഡന്റ് കേസൊന്നും ഇല്ലല്ലോ? ഇല്ല, ആക്സിഡന്റ് കേസും കാര്യങ്ങളൊന്നും ഇല്ല. ഓക്കെ. 3000 ഓടിയ ടയർ കാര്യങ്ങളെല്ലാം പുതിയതാണ്. എത്രയാണ് ചോദ്യം? 490. 490. കാരണം ഇപ്പോൾ ഒരു ഫ്രഷ് ആയിട്ട് ഒരു വണ്ടി എടുക്കാൻ പോയി കഴിഞ്ഞാലും കസ്റ്റമേഴ്സ് നോക്കുമ്പോൾ അറിയാൻ പറ്റും, 675 റേഞ്ച് ഒക്കെ വരണുണ്ട് ഓൾട്ടോ കേട്ടൻ. അപ്പോൾ നമുക്ക് അത് വെച്ച് കമ്പാരിറ്റീവ്ലി നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത റേറ്റ് ആണ്. അപ്പോൾ നമ്മുടെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം തീർന്നിട്ടുണ്ട്. ചെറുതും വലുതുമായ ഇടത്തരം വണ്ടികളും എല്ലാം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. വിലയിലൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാണും, പിന്നെ ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ പറയാൻ പറ്റത്തോളം എന്നാണ് പുള്ളി പറയുന്നേ അല്ലേ? അങ്ങനെ പറയാൻ പറ്റത്തോളം എന്നാണ് പറയുന്നത്. അപ്പം വിലയിലൊക്കെ വ്യത്യാസം വരും. മുന്നേ ഇഷ്ടംപോലെ വാഗണറൊക്കെ കിടപ്പുണ്ട് കേട്ടോ, റെഡ് കളർ 3-4 കിടപ്പുണ്ട്. പുതിയ മോഡലായതുകൊണ്ടാണ് ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്. കാരണം അബദ്ധവശ അതിന് ഒടുക്കത്തെ വിലയാണെങ്കിൽ ചിലപ്പോൾ ആ ഒരു ഒറ്റ വണ്ടിയുടെ മെൻഷൻ വെച്ച് ചീത്ത വിളിക്കും. അതുകൊണ്ടും കൂടിയാണ് ഞാൻ വേണ്ട വെച്ചത്. നമ്മൾ ഇത്രയും നേരം നിന്ന് എടുത്തിട്ട് ഒരു വണ്ടിയുടെ പേര് ചീത്ത വിളിയൊക്കെ പറഞ്ഞ മോശമല്ലേ? ഇന്നാളൊരു വീഡിയോ ചെയ്തപ്പോൾ സ്പാർക്കിൻ്റെ ഒരു വില കേട്ടിട്ട് എന്തോരം ചീത്ത വിളിയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അത് വേണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ കാണിച്ചു തന്ന വണ്ടികളെല്ലാവരും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ട് കാണുമെന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ കാണുമ്പോൾ ബൈ.